ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള അവസരം പോലും കൊടുത്തിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി ഘടക പാർട്ടികൾ തമ്മിൽ കൂടിയാലോചിച്ച് വിശദമായ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് സമവായത്തിൽ എത്തിച്ചേർന്നൊരു പൊതു സ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് ഐകകണ്ഠേന മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നണി ഒരു പൊതു സ്ഥാനാർത്ഥിയെ, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ BJP എല്ലാ കാലവും ചെയ്യാറുള്ളത് ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികളെ സ്വാധീനിക്കാൻ, ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോകാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ. ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു സ്വാധീന വലയത്തിലും അകപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒവൈസിയുടെ പാർട്ടി തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഒവൈസിയുടെ പാർട്ടിയും ഇപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഒവൈസി അടക്കമുള്ളവർ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യ സഖ്യം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്നത്. മാത്രവുമല്ല, അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് NDA സഖ്യം കൂടുതൽ ദുർബലപ്പെടാൻ പോകുന്നു. ഇന്ത്യ സഖ്യം കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകുന്നു. ഇത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിലൂടെ വെളിവാകാൻ പോകുന്ന, പ്രകടിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചന.